നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മുരുക ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനും ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ വേഗത്തിൽ സഫലമാകുന്നതിനുമുള്ള അതിശക്തിയാർന്ന അത്ഭുത ദിവസമാണ് വൈകാശി വിശാഖം. ഇത്തവണ 2026 മെയ് മാസം 30 തീയതിയാണ് വൈകാശി വിശാഖം വരുന്നത്. മുരുക ഭഗവാനെ ആരാധിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണിത്. മാത്രമല്ല, ചൊവ്വാദോഷങ്ങൾ മൂലമുണ്ടാകുന്ന വിവാഹ തടസ്സങ്ങൾ നീങ്ങാനും വിവാഹം വേഗത്തിൽ നടന്നു കിട്ടുവാനും ഈ ദിവസം മുരുകനെ ആരാധിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. മാത്രമല്ല, എത്ര നടക്കാത്ത ആഗ്രഹങ്ങൾ പോലും വളരെ വേഗത്തിൽ സാധിച്ചു കിട്ടുവാൻ നാളെ വൈകാശി വിശാഖം ദിവസം മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചു ചൊല്ലേണ്ട അതിസൂക്ഷ്മമായ ഒരത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നാളെ വൈകാശി വിശാഖം ദിവസം വ്രതം അനുഷ്ഠിച്ച് മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ എന്തെല്ലാം നേട്ടങ്ങളാണ് വന്നു ചേരുന്നതെന്ന് നോക്കാം. ഒന്നാമതായി, വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. മാത്രമല്ല, തീരാത്ത കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കുവാനും സമ്പത്ത് വർദ്ധിക്കുവാനും ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ഇനി ശത്രുക്കളിൽ നിന്നുള്ള ശല്യം നീങ്ങിക്കിട്ടുവാനും ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ വിജയം കൈവരിക്കുവാനും മുരുക ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതാണ്. ഇനി കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് മുരുക ഭഗവാന്റെ കൃപയാൽ പുത്രഭാഗ്യം ലഭിക്കുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ്. ഇനി മാനസിക സമ്മർദ്ദം അകറ്റാനും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തുവാനും ഈ ദിവസത്തിലെ ആരാധനയിലൂടെ സാധിക്കുന്നതാണ്. ജീവിതത്തിലെയും മനസ്സിലെയും നെഗറ്റീവ് ഊർജം നീക്കി പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുവാനും നാളെ വൈകാശി വിശാഖം ദിവസത്തിലെ മന്ത്രജപത്തിലൂടെ സാധിക്കുന്നതാണ്. നാളെ വൈകാശി വിശാഖം ദിവസം വ്രതമെടുക്കുവാൻ സാധിച്ചില്ലെങ്കിലും ഭക്തിയോടുകൂടി മുരുക ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാലും ഈ പറഞ്ഞ ഫലങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. അതിനായി നാളെ വൈകാശി വിശാഖം ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ വിളക്ക് കൊളുത്തി മന്ത്രങ്ങൾ ജപിക്കുന്നത് അതിവിശേഷമാണ്. ഓം ശരവണ ഭവ എന്ന മന്ത്രം 108 തവണ ഭക്തിയോടുകൂടി ജപിച്ചാൽ മനസ്സിന് ശാന്തിയും വ്യക്തതയും ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ സ്കന്ദഷഷ്ടി കവചം, ഷൺമുഖ കവചം, സുബ്രഹ്മണ്യ ഭുജംഗം തുടങ്ങിയവ ചൊല്ലിയാലോ അല്ലെങ്കിൽ കേട്ടാലോ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുവാൻ സഹായിക്കുന്നതാണ്. വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഈ ദിവസം മുരുക ഭഗവാനെ ആരാധിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാകുന്നതല്ല. മാത്രമല്ല, കർമ്മഫലങ്ങൾ മാറി നിങ്ങളുടെ തലവര തന്നെ മാറുന്നതുമാണ്. നാളെ വൈകാശി വിശാഖം ദിവസം മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ലളിതമായും ഭക്തിപൂർവവും പൂജകൾ ചെയ്യാവുന്നതാണ്. വീട്ടിൽ വേൽ ഉള്ളവരാണെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ കുളിച്ച് വേലിൽ അഭിഷേകം നടത്തുന്നത് വളരെ നല്ലതാണ്. പാൽ, തൈര്, തേൻ, ഭസ്മം, നെയ്യ്, പഞ്ചാമൃതം, കളഭം അങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ളവ കൊണ്ട് അഭിഷേകം ചെയ്യാവുന്നതാണ്. ഇനി വീട്ടിൽ വേൽ ഇല്ലാത്തവരാണെങ്കിൽ ഭഗവാന്റെ ഫോട്ടോ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി അതിൽ ചന്ദനവും ഭസ്മവും ഉപയോഗിച്ച് പൊട്ടുതൊടുക. പിന്നീട് നല്ല പൂക്കളാൽ ഫോട്ടോ അലങ്കരിച്ച് ഫോട്ടോയ്ക്ക് മുൻപാകെ നെയ്ദീപമോ അല്ലെങ്കിൽ വെറ്റില ദീപമോ അങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ള നെയ്ദീപം കൊളുത്താവുന്നതാണ്. ഇനി നെയ്യില്ല എങ്കിൽ നല്ലെണ്ണയൊഴിച്ച് ദീപം കൊളുത്തി പ്രാർത്ഥിക്കുക. പിന്നീട് നിങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ്. പാൽ, പാനകം, പഞ്ചാമൃതം, ശർക്കര പൊങ്കൽ, പാൽപ്പായസം, പഴവർഗ്ഗങ്ങൾ, വെറ്റില, അടയ്ക്ക അങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് ഭഗവാന് നിവേദ്യമായി സമർപ്പിച്ച് ധൂപദീപ ആരതി നൽകി നല്ലതുപോലെ മനസ്സുരുകി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ കഴിയാത്തവർ മനസ്സുകൊണ്ട് മുരുക ഭഗവാനെ ധ്യാനിക്കുകയും ഭഗവാന്റെ മന്ത്രങ്ങൾ ഭക്തിപൂർവ്വം ജപിക്കുകയും ചെയ്താൽ തന്നെ എല്ലാ പ്രാർത്ഥനകളും സഫലമാകുന്നതാണ്. ഇനി മന്ത്രങ്ങൾ ചൊല്ലാൻ സാധിക്കാത്തവർ ഭക്തിയോടെയും വിശ്വാസത്തോടെയും കൂടി മന്ത്രങ്ങൾ എഴുതി അത് ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ
ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. മാത്രമല്ല ജീവിതത്തിലെ കഷ്ടതകൾ നീങ്ങുവാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇനി എത്ര നടക്കാത്ത ആഗ്രഹം പോലും വളരെ വേഗത്തിൽ സാധിച്ചു കിട്ടുവാൻ നാളെ വൈകാശി വിശാഖം ദിവസം ചൊല്ലേണ്ട അതിസൂക്ഷ്മമായ അത്ഭുത മന്ത്രം ഏതാണെന്ന് നോക്കാം. വിശാഖം സർവഭൂതാനാം സ്വാമിനം കൃത്തികാസുതം സദാബാലം ജഡാധാരം സ്കന്ദം വന്ദേ ശിവാത്മജം. വിശാഖം സർവഭൂതാനാം സ്വാമിനം കൃത്തികാസുതം സദാബാലം ജഡാധാരം സ്കന്ദം വന്ദേ ശിവാത്മജം. വിശാഖം സർവഭൂതാനാം സ്വാമിനം കൃത്തികാസുതം സദാബാലം ജഡാധാരം സ്കന്ദം വന്ദേ ശിവാത്മജം. നാളെ പുലർച്ചെ ബ്രഹ്മമുഹൂർത്ത സമയത്തോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ ഈ മന്ത്രം 18 തവണയാണ് ചൊല്ലേണ്ടത്. മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അതെത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ എന്ന് മുരുക ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ മന്ത്രം 18 തവണ ചൊല്ലുവാൻ. ഇനി മന്ത്രം ചൊല്ലുമ്പോൾ വെറും നിലത്തിരിക്കാതെ ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേൽ ഇരുന്ന് ചൊല്ലാവുന്നതാണ്. ഇനി പ്രായമായവർക്കും തറയിലിരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഒരു കസേരയിൽ ഇരുന്നു കൊണ്ടും മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനി മന്ത്രം ചൊല്ലുമ്പോൾ വളരെ വേഗത്തിൽ ചൊല്ലാതെ സാവധാനത്തിലാണ് മന്ത്രം ചൊല്ലേണ്ടത്. 18 തവണ മന്ത്രം ചൊല്ലിയതിന് ശേഷവും നിങ്ങളുടെ ആ ആഗ്രഹം ഒരു തവണ കൂടി ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഭക്തിയോടും വിശ്വാസത്തോടും കൂടി മുരുക ഭഗവാനെ പ്രാർത്ഥിച്ച് ഈ മന്ത്രം ജപിച്ചാൽ നടക്കില്ല എന്നുപേക്ഷിച്ച കാര്യങ്ങൾ പോലും നിഷ്പ്രയാസം ഭഗവാൻ നടത്തിത്തരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മുരുക ഭഗവാന്റെ അനുഗ്രഹത്താൽ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു അത്ഭുത ദിവസമായി വൈകാശി വിശാഖം അറിയപ്പെടുന്നത്. അതിനാൽ നാളെ വ്രതം എടുക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും ഒരു കാരണവശാലും നാളത്തെ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്. ശ്രീ പരമേശ്വരന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും മനുഷ്യരാശിക്ക് ഭീഷണിയായ അസുരന്മാരെ നിഗ്രഹിക്കുവാൻ അവതരിച്ച സുബ്രഹ്മണ്യ ഭഗവാന്റെ തിരുനാളായ വൈകാശി വിശാഖം ദിവസം മുരുക ഭഗവാനെ മനസ്സുരുക്കി നിങ്ങൾ എന്തു പ്രാർത്ഥിച്ചാലും അതിന് ഇരട്ടി ഫലം ലഭിക്കുന്നതാണ്. മാത്രമല്ല ഈ ദിവസം മുരുക ഭഗവാനെ യഥാവിധി പൂജിച്ച് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ പ്രതിസന്ധികളും തടസ്സങ്ങളും അതിജീവിച്ച് മുന്നോട്ടു പോകുവാൻ ഭഗവാൻ അനുഗ്രഹിക്കുന്നതുമാണ്. ഓം വജത് ഫുവേ നമ, ഓം ശരവണ ഭവ എന്നീ മന്ത്രങ്ങൾ, സുബ്രഹ്മണ്യ ഗായത്രി, സുബ്രഹ്മണ്യ അഷ്ടോത്തരം തുടങ്ങിയവ ഈ ദിവസം ജപിക്കുന്നതും അത്യുത്തമമാണ്. നാളെ മുരുക ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ ത്രിമൂർത്തികളെയും ദർശിച്ച പുണ്യം ലഭിക്കുന്നതാണ്. മാത്രമല്ല ദുഃഖ ദുരിതങ്ങൾ അകന്ന് ഭയരഹിതമായ ജീവിതം ലഭിക്കുന്നതുമാണ്. ഈ ദിവസം ക്ഷേത്രത്തിൽ പഞ്ചാമൃത അഭിഷേകം നടത്തിയാൽ അഭീഷ്ട സിദ്ധി ഉണ്ടാകുന്നതാണ്. ഇളനീര് കൊണ്ട് അഭിഷേകം നടത്തിയാൽ സൽസന്താന ലബ്ധി ഉണ്ടാകും. കരിമ്പിൻ നീരാൽ അഭിഷേകം നടത്തിയാൽ ആരോഗ്യം വർദ്ധിക്കുന്നതാണ്. നാളെ വൈകാശി വിശാഖം ദിവസം മുരുകനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാന്റെ നാമങ്ങൾ സദാ ഉരുവിട്ടുകൊണ്ടേയിരുന്നാൽ ജീവിതത്തിലെ ഏത് ദുർഘടാവസ്ഥയെയും അതിജീവിക്കാനുള്ള ശക്തിയും ധൈര്യവും ലഭിക്കുന്നതാണ്. എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.